നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ എന്നെക്കുറിച്ച് പൂർണിമയ്ക്കും പൂർണിമയെക്കുറിച്ച് എനിക്കും അറിയാം. എന്നെ എല്ലാരും മേനോൻ എന്നാ വിളിക്കാറ്. മേനോൻ? കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നത് പൂർണിമയോടൊന്ന് വിലപേശാന്. എനിക്ക് വേണ്ടത് പൂർണിമ തരണമെങ്കിൽ പൂർണിമയ്ക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്ന് ഞാൻ ഓഫർ ചെയ്യും. അങ്ങനെയൊന്നും എന്റെ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല പൂർണിമ. എന്താ നിങ്ങക്ക് വേണ്ടത്? നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനത് തരാം. എത്ര രൂപ വേണം? എന്റെ കയ്യിലുള്ള മുഴുവൻ പണവും തരാം. എനിക്ക് എന്റെ മോളെ തിരിച്ചു തന്നാ മതി. പണമൊന്നും എനിക്ക് വേണ്ട. അത് ആവശ്യത്തിൽ കൂടുതൽ എന്റെ കയ്യിലുണ്ട്. പിന്നെ എന്താ നിങ്ങക്ക് വേണ്ടത്? പൂർണിമയുടെ അച്ഛൻ എനിക്കെതിരെ ശേഖരിച്ച തെളിവുകൾ എന്തൊക്കെയോ പൂർണിമയുടെ കയ്യിലുണ്ട്. അതെനിക്ക് തിരിച്ചു വേണം. അങ്കിൾ, ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്കിളെ ചേച്ചി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. പോലീസുകാർ വരുമ്പോ ഞങ്ങൾ സംസാരിച്ചോളാം. അങ്കിൾ സമാധാനിക്ക്. നിങ്ങൾ ചെന്നോ, ഞങ്ങൾ നോക്കിക്കോളാം. പൃഥ്വി, നീ കാറെടുക്ക്, നമുക്ക് തിരിച്ചു പോവാം. ചെല്ലേ മോളെ, പൂർണിമ, ചേച്ചി നമുക്ക് പോവാം. എണീക്ക്. ചേച്ചി, ആ കോള് വന്ന നമ്പർ ഒന്ന് തന്നേക്കാവോ? പോലീസ് വരുമ്പോ കൊടുക്കാന്. ചേച്ചി കരയല്ലേ, പോട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. അങ്കിളും ചേച്ചിയും പോയിക്കോ. ശരി. അതൊക്കെ ശരിയാ. പക്ഷേ കാശിന് ആവശ്യം വന്നാലേ 100 പേരോട് ചോദിച്ച് നടക്കേണ്ടി വരുന്നേ ഉള്ളൂ. അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ചാന്ന് തോന്നില്ലേ? അതേ ഉള്ളു കാര്യം. തട്ടിക്കൊണ്ടുപോയ ആൾക്കാര് ആ കൊച്ചിന് തിരിച്ചു കൊടുക്കാതിരുന്നാ മതിയായിരുന്നു. അതാകുമ്പോ സങ്കടം കയറി പൂർണിമ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാന്. ഇന്ദ്രപ്രസാദ് നമ്മുടെ അശ്വതിയുടെ കയ്യിൽ വരികയും ചെയ്തേ. കേൾക്കാനൊക്കെ കൊള്ളാം. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല ഗിരിജ. പൂർണിമയോട് ചന്ദ്രമതിക്കുൾപ്പെടെ പലർക്കും ദേഷ്യമുണ്ടെങ്കിലും ആ കൊച്ചിനെ എല്ലാവർക്കും ജീവനാ. അതുകൊണ്ട് ഏത് വിധേനയും അവരാ കൊച്ചിനെ കണ്ടെത്തും. അതെ നാത്തുനെ, ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നെങ്കിൽ ധ്വനിയെ കാണാതായി പോയതിന്റെ പേരിൽ ആ കിരണിനെയും ദുർഗയും നമുക്ക് റോസ്റ്റ് ചെയ്യാമായിരുന്നു. സ്കൂളിൽ അവര് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ് ധ്വനിയെ നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ പറയാമായിരുന്നു. ആ, നല്ലൊരു അവസരം നഷ്ടമായി. പൂർണിമയ്ക്കാണല്ലോ കിരണിനോടും ദുർഗയോടും ഏറ്റവും താല്പര്യം. അവര് കാരണം അവളുടെ മോൾക്ക് ഒരു ആപത്ത് വന്നു പറഞ്ഞ് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കായിരുന്നു അല്ലേ ഗിരിജൻ? ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. എങ്ങാനും ആ കൊച്ചിന് കിട്ടാൻ വൈകിയ ഒന്ന് നമുക്ക് അവിടം വരെ പോവാം. എന്താ? ദുർഗയ്ക്ക് പണി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരവും നമ്മൾ പാഴാക്കി കളയരുത്. നോക്കാം. മുത്തശ്ശി, ദേ അവര് വന്നു. എന്തായി? ധ്വനിമോന്റെ വല്ല വിവരം അറിഞ്ഞോ മോളെ? ചേച്ചി, എന്താ എന്താ സംഭവിച്ചത്? ധ്വനിക്ക് എന്താ പറ്റിയത്? വിഷമിക്കാതെ പൂർണിമേ, നമുക്ക് മോളെ തിരിച്ചു കിട്ടും. നമ്മളോടൊക്കെയുള്ള ദേഷ്യം ഒന്നും അറിയാത്ത, ഒന്നും ഉറക്കെ കരയാൻ പോലും കഴിയാത്ത എന്റെ മോളോട് തീർക്കാൻ എങ്ങനെ അവരൊക്കെ തോന്നുന്ന ചെറിയമ്മ? അവർക്ക് വേണ്ടത് കിട്ടാൻ അവർ ഏതറ്റം വരെ പോകും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ആരെന്റെ മോളെ പിടിച്ചോണ്ട് പോയത്? അയാള് ആ മേനോൻ.
അവിടെ വരെ എത്തി നിൽക്കുക കാര്യങ്ങൾ. എന്റെ ദേവി, എന്റെ കുഞ്ഞിനെ കാത്തോളേ. വിഷമിക്കാതെ പൂർണിമേ. പൃഥ്വി അറിയാതെയാണ് മേനോൻ ധ്വനിമോളെ കൊണ്ടുപോയത്. പക്ഷേ ഇപ്പൊ അവന് കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പൃഥ്വി വിചാരിച്ചാ ധോനിമോൾ എവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. അവിടെ നിന്നും നമുക്ക് അവളെ രക്ഷിച്ചുകൊണ്ട് വരാവുന്നതേ ഉള്ളൂ. നമുക്ക് അവനെ പിടിച്ചൊന്ന് കുടഞ്ഞു നോക്കിയാലോ? ഏയ് വേണ്ട, അങ്ങനെ ചെയ്താ ചിലപ്പോ അത് അപകടമാവും. പൃഥ്വി ഇടയാൻ സാധ്യതയുണ്ട്. മേനോനറിയാം. അതുകൊണ്ട് അയാള് മുൻകരുതൽ എടുക്കാനും സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് ഈ പ്രശ്നം പൃഥ്വിയെ കൊണ്ട് തന്നെ പരിഹാരം കാണുന്നതാണ് നല്ലത്. അത് ശരിയാ. ഇതിന്റെ പേരില് പൃഥ്വി മേനോൻ തമ്മിൽ തെറ്റിയാ അത് നമുക്കൊരു നേട്ടം തന്നെയാ. ആ വഴിക്ക് അവനെ തിരിച്ചുവിട്ടാ നമ്മൾ രക്ഷപ്പെട്ടു. എന്തായാലും ധ്വനിമോളെ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു കിട്ടുന്നതിനായിരിക്കണം മുൻഗണന. അതെ. പൃഥ്വിയെ നമുക്ക് അനുകൂലമാക്കാൻ ഒരു വഴിയുണ്ട്.